മുല്ലപ്പള്ളി രാമചന്ദ്രൻ സംസാരിക്കുകയായിരുന്നു. KM അഭിജിത്ത് നാദാപുരം UDF സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം KM അഭിജിത്തും മുല്ലപ്പള്ളി രാമചന്ദ്രനും മാധ്യമങ്ങളെ കാണുകയായിരുന്നു. AK അഭിലാഷിന്റെ വിശദാംശങ്ങൾ നൽകാൻ. അഭിലാഷ്, വിവരങ്ങൾ. ഇപ്പോൾ KM അഭിജിത്ത് വടകര തഹസിൽദാരുടെ മുമ്പാകെയാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. 2 സെറ്റ് നാമനിർദ്ദേശ പത്രികയാണ് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രനൊപ്പം എത്തിക്കൊണ്ടാണ് ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും നാദാപുരത്ത് ഒരു മികച്ച വിജയം നേടാൻ കഴിയും, അതൊരു ചരിത്രപരമായ വിജയമായിരിക്കുമെന്നാണ് KM അഭിജിത്ത് വ്യക്തമാക്കുകയും ചെയ്തത്. അതിനുള്ള പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ ഏറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. കോഴിക്കോട്ടും അതിന് സമാനമായ നിലയിൽ എല്ലാ സ്ഥലങ്ങളിലും മികച്ച വിജയം നേടാൻ കഴിയുമെന്നുള്ള ശുഭപ്രതീക്ഷ കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ ചോദിച്ചപ്പോൾ അദ്ദേഹം സംസ്ഥാനത്തെമ്പാടുമുള്ള സ്ഥാനാർത്ഥികൾ അദ്ദേഹത്തെ പ്രചരണത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ പോകേണ്ടതുണ്ട്. KM അഭിജിത്തിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളുമായി മാത്രം ഒതുങ്ങാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടതുണ്ട്. കുറഞ്ഞ സമയം മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്ക് എന്ന പോലെ കോൺഗ്രസിനും പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ ചെയ്തതുകൊണ്ട് തന്നെ ആ നിലയിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള ശുഭപ്രതീക്ഷ കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ KM സുധാകരനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ പറഞ്ഞതാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല എന്നുള്ള കാര്യം കൂടിയാണ് പറയുന്നത്. അതായത് വികാര വിക്ഷോഭങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ കൂടുതൽ എന്തെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം കൂടി പറയുന്നു. ഏതായാലും കോൺഗ്രസിന് മികച്ച വിജയം ഉണ്ടാകും. 100 സീറ്റ് നേടാൻ കഴിയുമെന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. കാരണം നേരത്തെ പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞപ്പോൾ അതിന് തക്കതായ കാര്യങ്ങൾ ഉണ്ട് എന്നാണ്. പാർട്ടിയുടെ അടിത്തട്ടിലേക്ക് വരുമ്പോൾ KM അഭിജിത്തിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രനും KM അഭിജിത്ത് അടക്കം ഇപ്പോൾ സംസാരിക്കുകയായിരുന്നു. നാദാപുരത്ത് വിജയം സുനിശ്ചിതം, ശുഭപ്രതീക്ഷയുണ്ട് എന്നുള്ള കാര്യമാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ വ്യക്തമാക്കിയത്. അക്കാര്യങ്ങളാണ് അദ്ദേഹം പറയുകയും ചെയ്തത്. നാദാപുരത്താണ് KM അഭിജിത്ത് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്.